ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ വിചാരിച്ചായിരുന്നു ഒരു വീഡിയോ ഇന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ, അതായത് ഏകദേശം ഒരു 3 മണിയൊക്കെ ആ ടൈമിൽ തന്നെ, ഞാൻ ഉറങ്ങിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ 3 മണി ആ സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു. എന്തെങ്കിലും എൻ്റെ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഞാൻ എനിക്കൊരു യൂട്യൂബ് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇൻസ്റ്റയിലൊക്കെ ഇട്ട് ഫോളോവേഴ്സിനോട് ചോദിക്കാൻ ഉള്ള ഫോളോവേഴ്സൊന്നും എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രം ഞാൻ ഇങ്ങനെ അയച്ച്. അപ്പോൾ അവരെനിക്ക് ഒരു 7-8 ചോദ്യമുണ്ട്. അപ്പം ഞാൻ ആ ചോദ്യം ഇന്ന് ആൻസർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏഞ്ചലിൻ്റെ വഴിയാണ്. ഏഞ്ചൽ ചോദിച്ച ചോദ്യമാണ്. ഇവിടെ ഭയങ്കര സൗണ്ടായിരിക്കും, കാരണം ഞാൻ താഴെ റൂമിൽ വെട്ടം കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ വൈകിട്ട് സമയമല്ലേ വെളിയിൽ ടെറസിൻ്റെ മണ്ടയിൽ വന്നിട്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഓഡിയോ ആണ് അവൾ അയച്ചേക്കുന്നത്. ഏഞ്ചലിൻ്റെ വകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ കേൾപ്പിക്കാം. സോറി, കേൾക്കുന്നില്ലല്ലേ? ഒരു മിനിറ്റ്. നല്ല കാര്യം അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യം സംഭവിക്കുമ്പം നീ ഫസ്റ്റ് വിളിക്കുന്നത് ആരെയായിരിക്കും? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ഏതെങ്കിലും നല്ല കാര്യം അല്ലെങ്കിൽ ചീത്ത കാര്യം വരാൻ നേരത്ത് ഞാൻ ഫസ്റ്റ് ആരെയായിരിക്കും വിളിക്കുന്നത്? ഒരു സംശയം വേണ്ട, നന്ദുവിനെ ആയിരിക്കും. ഈ ഒരു വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം മെസ്സേജ് അയച്ച അവൾക്കാണ്. നന്ദു എന്ന് പറഞ്ഞാൽ നന്ദന, ഞാൻ നന്ദു എന്നാണ് വിളിക്കുന്നത്. എൻ്റെ കോളേജ് തൊട്ടുള്ള ഫ്രണ്ടാണ്. ഞങ്ങൾ 2017 തൊട്ട് ഇതുവരെ ഞങ്ങൾ നല്ല രീതിക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നന്ദു. എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം, എനിക്കൊരു വിഷമം വന്നാലോ എന്ത് കാര്യമായിട്ട് പറഞ്ഞോട്ടെ, ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് പോലും മുത്തുവിന് അറിയാം. ആക്ച്വലി മുത്തുവിനോട് ഞാൻ പറയും. എന്നാലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് വേറെ ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നന്ദുവിനും ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്കറിയാം എന്തോ പറ്റി, എന്തുവാ ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പറയാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും ഒരു വിഷം വന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കും. പെട്ടെന്ന് മിണ്ടാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ല എൻ്റെ. അപ്പം നന്ദു അതനുസരിച്ച് ഇപ്പം കോളേജിലൊക്കെ ആണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അവളെനിക്ക് സമയം തരും. ഞാനായിട്ട് അവളുടെ അടുത്ത് പറയാനുള്ള ഒരു സമയം അവളെനിക്ക് തരും. അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടോ സൊല്യൂഷനോ എൻ്റെ ഉപദേശിയാന്ന് വേണേൽ പറയാം. അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് എന്ത് സന്തോഷമാകട്ടെ എന്ത് വിഷമമാകട്ടെ ഞാൻ ആദ്യം പറയുന്നത്, ഇപ്പം അവൾ കാനഡയിലാണ്, എന്നാലും ഞാൻ ഫോൺ വിളിച്ചാണെങ്കിലും അല്ലെ മെസ്സേജ് നന്ദു ഫ്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നന്ദു ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വലിയൊരു വിദഗ്ധമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ ക്യാൻ വി എക്സ്പെക്റ്റ് അവർ കുട്ടി റീജ? ഇത് എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്യൂ, ഇതാരായിരിക്കും ചോദിച്ചത്. സുനൈന എൻ്റെ ഫ്രണ്ടാണ്. അവൾ ചോദിച്ച ചോദ്യമാണ്. അവളെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ, വേറെ ആരും ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. ഞാൻ ആദ്യം ഈ ക്വസ്റ്റിന് ഉത്തരം കൊടുക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ വിചാരിച്ചാണ് കൊടുക്കാം. ഇതിന് ആൻസർ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിവിടെയും മുത്തു അവിടെയാണ്. പിന്നെ നമുക്കിപ്പോഴും എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, സമയമുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ആൽഫിയുടെ വകയാണ്. നിന്റെ ലൈഫിൽ നിന്നെ പ്രപ്പോസ് ചെയ്തവരിൽ നിനക്കൊരു റിഗ്രറ്റ് തോന്നിയത് ആരോട്? അതാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി നമുക്ക് പേരൊന്നും ഇതിലൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. എന്നാലും റിഗ്രറ്റ് തോന്നിയത് ആരോടെന്നാണ് ചോദിച്ചേക്കുന്നത്. പേര് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്. രണ്ടിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്. നിന്നെ എന്നുള്ള ഒരു ചോദ്യത്തിന് രണ്ടിനും എനിക്ക് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടെന്ന് പറയാം. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if you could go back and tell your younger self one thing, what would it be?
എനിക്ക് തോന്നുന്നു ഏഞ്ചൽ തന്നെയാണ് ഇതും ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യനും ആൽഫി ചോദിച്ച ആ ക്വസ്റ്റ്യനും ഏകദേശം സെയിം ആൻസർ തന്നെയാണ്. ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് വേണ്ട, അത് ശരിയല്ല, നല്ലതല്ല, നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് നല്ലതല്ല എന്ന് ഞാൻ എൻ്റെ യങ്ങർ സെൽഫിനോട് ഞാൻ പറയും. അതാണ് എൻ്റെ ഉത്തരം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സാഡ് സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആകാനായിട്ട് എന്താണ് ചെയ്യാറ്? ഇത് എന്തായിരുന്നു എന്ന് പറഞ്ഞത്? എൻ്റെ ഭർത്താവാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി സാഡ് സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് തന്നെ ഒന്നും ചെയ്യാറില്ല. ഞാൻ ഉറങ്ങും. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എനിക്കൊരു സാഡ് സിറ്റുവേഷനോ എന്തുവാണെങ്കിലും എന്നെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. പൊതുവേ അങ്ങനെയാണ് ഞാൻ. അപ്പം ഞാൻ ഒന്നെങ്കിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ സാഡ് സിറ്റുവേഷനിൽ ഞാൻ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചാൽ എനിക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടുന്ന പോലെ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ ഉറങ്ങും. ഒരു സാഡായിട്ട് ടെൻഷനുള്ള ഒരു സിറ്റുവേഷൻ ആവട്ടെ, എന്താണെങ്കിലും ഈ രണ്ടാണ്. മൂവ് ഓൺ ആകാനല്ല, നമുക്കൊരു ഇത് കിട്ടാൻ, നമുക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാറ്. മൂവ് ഓൺ ആവാൻ ഗ്രാജുവലി അത് അങ്ങനെ അങ്ങ് മൂവ് ഓൺ ആയി പോകുന്ന ആയിരിക്കും. ഓക്കെ, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നല്ല രീതിക്കാണോ ഉത്തരം തരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കാറ്. സോ ആ ഒരു രീതി തന്നെയാണ് ഞാൻ കൺവേ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും എന്നോട് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ഞാൻ അതിനും റിപ്ലൈ തരാം. ഓക്കെ, ഇനി നന്ദുവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വായിക്കാവേ. നിന്നിൽ ഒരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരണം എന്ന് തോന്നി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്ന് തോന്നി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഈ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ആക്ച്വലി ഞാൻ അങ്ങനെ ഈ പൈസ സേവ് ചെയ്ത് വെക്കുന്നത്, ആക്ച്വലി നേരത്തെ ഞാൻ പൈസ സേവ് ചെയ്ത് വെക്കുന്നതിലൊരു നല്ലൊരു ആളായിരുന്നു. ബട്ട് ഇപ്പം കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ കുറച്ച് ലാവിഷ് ആവുന്നുണ്ട്. അപ്പം അത് കുറച്ചൊന്ന് കറക്റ്റാക്കി ഇമ്പ്രൂവ് ആക്കണം എന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ് എന്നുള്ള ഒരിതല്ല, എനിക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ട് പഠിക്കാൻ ഇഷ്ടമാണ്. BSc ഒപ്റ്റോമെട്രിയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് അതെടുക്കാൻ ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു എനിക്ക് പാട്ട് പഠിച്ചാൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അത് സൈഡായിട്ട് കൊണ്ടുപോകാം. ഇപ്പം മെയിനായിട്ടൊരു കോഴ്സ് അത് കറക്റ്റാണ് പറഞ്ഞത്. എനിക്ക് പാട്ട് പഠിക്കാൻ പോകാനൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൈസ സേവ് ചെയ്ത് വെക്കുന്നതിൽ കുറച്ചും കൂടെ ഒന്ന് ജാഗ്രതയായി ഒരു ഇമ്പ്രൂവ്മെൻ്റൊക്കെ അതിൽ വേണം എന്ന് വിചാരിക്കുന്നു. അല്ലാണ്ടൊരു ന്യൂ തിങ് പഠിക്കാൻ ആണെങ്കിൽ ഞാൻ പാട്ട് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ആൻഡ് ഡാൻസ് മേ ബി. ക്ലാസിക്കലല്ല, എനിക്ക് വെസ്റ്റേണിനോടാണ് ഇഷ്ടം പഠിക്കാൻ. ഒന്നും അറിയില്ല, പക്ഷെ നമുക്കൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ. ഓക്കെ, വേറെ ഒരു ക്വസ്റ്റ്യൻ. അത് എൻ്റെ വേറെ ഫ്രണ്ട് ചോദിച്ചതാണ്. അവൾ ചോദിച്ചേക്കുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആരാന്നാണ് ചോദിക്കുന്നത്. ഇതിന് ആക്ച്വലി ഒരു ഉത്തരേ ഉള്ളൂ. എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ മമ്മിയുടെ അമ്മ. അമ്മച്ചി ഇപ്പോൾ ഇല്ല, അമ്മച്ചി മരിച്ചുപോയി. അപ്പം മിസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അമ്മച്ചി തന്നെയായിരിക്കും. പത്രം. പിന്നെ കുറേ ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് പറയണോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനല്ല. എന്നോട് ചുമ്മാ ജസ്റ്റ് ചോദിച്ചേക്കുന്നത് യുവർ ഫേവറേറ്റ് കസിൻ അങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഫേവറേറ്റ് കസിൻ്റെ ഒക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഒരു പാർഷ്യാലിറ്റി ആയി പോവോ എന്നൊരു ഡൗട്ട്. പാർഷ്യാലിറ്റി അല്ല, എന്നാലും നമുക്ക് എല്ലാവരും ഇഷ്ടമാണ്. അതിൽ എന്നാലും ഒരു ഫേവറേറ്റ് കസിൻ എന്ന് പറയുമ്പോൾ ഒരു 2-3 പേരുണ്ട് ഫേവറേറ്റ് എന്ന്. ഒരു ബോയ്സിൻ്റെ സൈഡും പറയാം, ഗേൾസിൻ്റെ സൈഡും പറയാവേ. ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 2 പേരുണ്ട്. അതിൽ ഒന്ന് എൻ്റെ മമ്മിയുടെ ബ്രദറിൻ്റെ മോനാണ്. ബ്രദറല്ല, ഈ ബ്രദറെ വലുതാണേ, ബ്രദറിൻ്റെ മോന്. അത് ജോബിൻസ് അച്ചാച്ചൻ എന്നാണ് ഞാൻ വിളിക്കുക, ജോബിൻസ് അച്ചാച്ചൻ. പിന്നെ എൻ്റെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ മോന് സിബിൻ. 2 പേരാണ്. പിന്നെ ഗേൾസ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരാളുണ്ട്. അത് എൻ്റെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ മോള് എന്നെക്കാളും മൂത്തതാണ്, റിൻ ചേച്ചി. അപ്പം ഇവർ 3 ആളാണ് എൻ്റെ ഫേവറേറ്റ് കസിൻസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ നമ്മൾക്ക് ഒരു ഫേവറേറ്റ്സ് കാണുമല്ലോ. പിന്നെ പിന്നെന്താ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ആക്ച്വലി ഇതറിയാം, ഈ ചോദിച്ച ആൾക്ക് അറിയാം ഇത് എന്താണെന്ന്. എന്നാലും വെറുതെ ഒന്ന് ചോദിച്ചേക്കും, എന്നാലും നമുക്ക് ആൻസർ പറയണമല്ലോ. ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണെന്ന് എന്തുവാണെന്നൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാലും എൻ്റെ സ്കൂളിൽ ഞാൻ 10th പഠിച്ചപ്പം എൻ്റെ സീനിയർ +1 എൻ്റെ സീനിയർ ആയിരുന്നു. പക്ഷെ അന്ന് നമ്മൾ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് മറ്റേ നമ്മുടെ ഇൻസ്റ്റഗ്രാം ത്രൂ പുള്ളി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ മിണ്ടി സംസാരിച്ചു. അങ്ങനെയൊക്കെ ഇങ്ങനെ ആയി. അതാണ്. അപ്പോൾ ലവ് മാരേജ് ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം, ശ്രമിക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ചോദ്യങ്ങൾ. ഇത്ര ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദ്യം ചോദിക്കാവുന്നത്. ഇനി ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇട്ടാലും മതി. ഞാൻ വേണേൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ആ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവായിട്ട് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയോട് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പം അവർക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.